കുറെ പേർക്ക് പരാതിയുണ്ട് ഓട്ടോക്കാർ ഇൻഡിക്കേറ്റർ ഇടാതെ വണ്ടി തിരിക്കണേന്ന്. ഇനി ആ പരാതി അങ്ങ് മാറിക്കോളും. നോക്കി, അത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. വണ്ടിക്ക് എന്തെങ്കിലും സ്പാർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ താക്കോലൊന്നും ഓഫ് ആക്കണ്ട. ഇത് ബാറ്ററിയൊന്നും പിടിക്കാൻ നിൽക്കണ്ട, നേരെ ഇത് ഓഫ് ആക്കി. അതെ, ഇത് എടുത്തോണ്ട് പോകാൻ പറ്റുമോ? അതെ, പാർക്ക് ഇട്ടിട്ടുണ്ട്. നോക്കി, പാർക്ക് ചെറിയൊരു വെട്ടം, ഒരു അടിപൊളി കിടുക്കാച്ചി കിണ്ണം കാച്ചി ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കിടുക്കാച്ചി വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി എറണാകുളം മോഡൽ, അതായത് എറണാകുളം സ്റ്റൈലിൽ പണിയണ ഒരു വണ്ടിയുടെ A to Z കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് എറണാകുളം സ്റ്റൈലിൽ പണിയുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോയും കാര്യങ്ങളും ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വന്നിട്ട് മാത്രമേ ഈ സെക്കൻഡ് പാർട്ട് കാണാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തേങ്ങയും മനസ്സിലാവത്തില്ല. അപ്പം ഇതിൻ്റെ ജസ്റ്റ് നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് പറഞ്ഞാൽ ടെയിൽ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് പേജും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കണ്ടൻറ്റുകളെല്ലാം ഞാൻ ഫേസ്ബുക്കിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. മിൽക്യൂർ ബ്ലോഗ്സ് തന്നെയാണ് ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെയും പേര്. അപ്പോൾ ഫുൾ ലെങ്ത് ആയിട്ടുള്ള വീഡിയോസൊക്കെ യൂട്യൂബിലും ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഫേസ്ബുക്കിലും കയറി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അടിപൊളി കിടുക്കാച്ചി കിണ്ണം കാച്ചി ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഒരു വെറൈറ്റി സാധനം. എനിക്ക് തോന്നുന്നത് ആരും അങ്ങനെ തന്നെ വണ്ടിയിൽ വെച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. കാരണം പുതിയ മോഡൽ ബ്രേക്ക് ലൈറ്റാണ്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാൻ ഇവിടെ അത് ഉണ്ടോ എന്ന് അറിയത്തില്ല. അത് അകത്താണ്, വീടിൻ്റെ അകത്താണ്, റൂമിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ സ്പോയിലർ വെക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റ് അളവെടുത്ത് സ്ക്രൂ ചെയ്താണ്, നെട്ടും ബോൾട്ട് പോലെയാണ് ഇടുന്നത്. ജസ്റ്റ് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൂസായി പോകും. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അളവെടുത്തിട്ട് നെട്ട് ആൻഡ് ബോൾട്ടേലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അളവെടുത്ത് നമുക്ക് ഡ്രിൽ ചെയ്യാം. ഇത് നമ്മൾ സ്ക്രൂ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുന്നുള്ളൂ അല്ലേ? അപ്പോൾ എന്നിട്ട് നമ്മൾ പിന്നെ ഈ രാമുവിൻ്റെ ഓരോ കുറുമ്പുകളെ വേണ്ട ഇപ്പോൾ ബട്ടർഫ്ലൈക്കകത്തിരുന്നേനെ. ഇനി നമ്മൾ ബാക്കിലത്തെ 2 ടെയിൽ ലൈറ്റും മാറ്റി അടിപൊളി ഒരു വെറൈറ്റി സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കണ്ടോ, നോക്കി, ഒരു അടിപൊളി വെറൈറ്റി സാധനം. ഞാൻ നോക്കിയിട്ട് ഇതിനായിട്ട് ഒരു ഓട്ടോയിൽ ഈ ടെയിൽ ലൈറ്റും കാര്യങ്ങളൊന്നും ആരും ചെയ്യണ കണ്ടിട്ടില്ല. നോക്കി, രാമു തൊട്ട് തലകടയൊക്കെ വെക്കുന്നുണ്ട്. ദൈവമേ, പ്ലഗ് ആക്കിയോ? ഓക്കെ, അത് കൊള്ളാം. അപ്പോൾ നമ്മളിനി നൈസായിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ഇൻസുലേഷൻ ടൈപ്പൊക്കെ ചുറ്റി നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തെടുക്കും. രാമു കില്ലാടി തന്നെ കേട്ടോ. ഇതുകൊണ്ട് അങ്ങനെ വയറ് സെറ്റ് ചെയ്തു കേട്ടോ. പ്ലഗ് ആൻഡ് പ്ലേ ആക്കി കളഞ്ഞു. കൊള്ളാം. ഇത് സാധാരണ പുത്തമ്പണ്ടിക്കൊക്കെ വരുന്നത് ഒരു സൈഡ് റിവേഴ്സ് ലൈറ്റ് വരുന്നുള്ളൂ. ഇപ്പോൾ 2 സൈഡാക്കി. നോക്കി, വെറൈറ്റി സാധനം. പുറകിലത്തെ ബ്രേക്ക് ലൈറ്റ് വെക്കുമ്പോഴത്തേനും ഒരു പ്രശ്നമുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കമ്പനി വരുന്ന സൂട്ടല്ല. നമ്മൾ കുറച്ച് ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ അത് സൂട്ടായിട്ട് ഇരിക്കത്തുള്ളൂ. ഓൾട്രേഷൻ ചെയ്യേണ്ട ഇതിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുറകിൽ ഇത് വരുന്ന ക്ലാമ്പയിലാണ്, അത് ഉള്ളിലേക്ക് കയറിയാണ് ക്ലാമ്പ് ഇരിക്കുന്നത്. അത് കമ്പനി ഇത് വരുമ്പോൾ അടിപൊളിയായിട്ട് ഇരുന്നോളും. പക്ഷെ നമ്മൾ എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വയ്ക്കുന്ന ടെയിൽ ലാമ്പ് വരുമ്പോഴത്തേനും നമ്മൾ അതിൽ ചെറിയ ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അത് ഒരെണ്ണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് വർക്ക് ചെയ്യിച്ചോടെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതേ ഓൾറെഡി നമ്മൾ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കി. അപ്പോൾ ഇത് അടുത്ത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വയറിങ്ങിൽ കളർ വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്താണ് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 ഒരേ കളറായിരുന്നു നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ കളർ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഓരോന്നും എടുത്ത് ചെക്ക് ചെയ്യണം. ബ്രേക്ക് ലൈറ്റ്, പാർക്ക്, ഇൻഡിക്കേറ്റർ, റിവേഴ്സ്, അങ്ങനെയൊക്കെ. ഇത് നമ്മൾ ഫൈനലി ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി, നല്ല അടിപൊളിയായിട്ട് നല്ല നൈസ് കുട്ടാക്കി നല്ല നൈസായിട്ട് കിടുക്കാച്ചിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി തെളിയോ ഇല്ലയോ എന്ന് നോക്കാം. അയ്യടാ, രാമുവാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കട്ടെ, പോയിട്. ആദ്യമേ നമുക്ക് പാർക്ക് ഇടാം. പാർക്ക് ഇടുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പാർക്ക് ഓൺ. പാർക്ക് ഇട്ടിട്ടുണ്ട്. നോക്കി, പാർക്ക് ചെറിയൊരു വെട്ടം, കൊള്ളാം. നീ ബ്രേക്ക് വെട്ടിക്കേ. അത് കൊള്ളാം. ഒന്ന് വിട്ടേ, ബ്രേക്ക് വെട്ടിക്കേ. നൈസ്. ഇനി ഇൻഡിക്കേറ്റർ എന്നിട്ടേ. കൊള്ളാട്ടോ, ഇൻഡിക്കേറ്ററൊക്കെ നല്ല വെട്ടമുണ്ട്. കുറേ പേർക്ക് പരാതിയുണ്ട് ഓട്ടോക്കാർ ഇൻഡിക്കേറ്റർ ഇടാതെ വണ്ടി തിരിക്കണേന്ന്. ഇനി ആ പരാതി അങ്ങ് മാറിക്കോളും. നോക്കി, ഇൻഡിക്കേറ്റർ ഒരു 1 2 ഇടണമല്ലേ? ശരി, 1 2 3 4 5 6 7 8 ബൾബാ തെളിഞ്ഞു നിന്നോളൂ. ഞാൻ അപ്പുറത്ത് വന്നിട്ടേ, കണ്ടതേ. ഓക്കെ, ഇനി ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തിട്ട് റിവേഴ്സ് വന്നിട്ടേ. റിവേഴ്സാണ് മാസ്റ്റർ പീസ് സാധനം. വിഷയ സാധനം. നോക്കി, നല്ല വെട്ടമുണ്ട് കേട്ടോ, ക്ലിയർ വെട്ടം, ഒന്നും പറയാനില്ല. അടിപൊളി ലൈറ്റ്. ഓക്കെ, ഓഫ് കറോ. നൈസാട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി ലൈറ്റ്. നോക്കിയേ, വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക.
അടിപൊളി, ഒന്നും പറയാനല്ല. അതേ നൈസ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ സ്പോയിലറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. എൻ്റെ മോനെ വിഷയം എന്താ ലുക്ക്. അപ്പോൾ നമുക്ക് ഇനി 2 കാര്യങ്ങളോടെ ചെയ്യാനുള്ളൂ. സൗണ്ട് സിസ്റ്റം ചെയ്യാനുണ്ട്, പിന്നെ നമ്മൾ ബാലൻസ് റാഡ് ചെയ്യുന്നുണ്ട്. അപ്പം സൗണ്ട് സിസ്റ്റം ചെയ്യുന്നത് നമ്മൾ തൃശ്ശൂർ കൊണ്ടുപോയാണ് സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ബാലൻസ് റാഡും കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ കട്ടപ്പനയിലാണ് ബാലൻസ് റാഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പം വണ്ടി ഇച്ചിരി കൂടെ ലുക്ക് ആയിക്കോളും. കാരണം ബാക്ക് ഇച്ചിരി കൂടെ വണ്ടി പൊങ്ങാനുണ്ട്. ഇതിപ്പോൾ ബാക്ക് ഇച്ചിരി സ്പ്രിങ് താന്നാണ് കിടക്കുന്നത്. അപ്പം ബാക്ക് ഇച്ചിരി കൂടെ പൊങ്ങി കഴിയുമ്പോഴത്തേക്കും വണ്ടി വേറെ ലെവലായിരിക്കും. പിന്നെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. അപ്പം നമ്മളിപ്പം തൽക്കാലത്തേന് ചുമ്മാ ഇരിക്കുന്നില്ല. രാമു ഇവിടെ ഒരു ഹോണ്ട വർക്കും കാര്യങ്ങളും ഒരു കട്ടൗട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കട്ടൗട്ടറും കാര്യങ്ങളും? ഞാനും കണ്ടിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് ആണ് ഇവരുടെ വണ്ടിയിലാണ് ആദ്യമായിട്ട് ഈ കട്ടൗട്ടറും കാര്യങ്ങളൊക്കെ കാണുന്നത്. കട്ടൗട്ടർ അല്ലേ ഇത്? കട്ട് ഓഫ്. അത് തന്നെ ആ സാധനം. അത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. വണ്ടിക്ക് എന്തെങ്കിലും സ്പാർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ താക്കോലൊന്നും ഓഫ് ആക്കണ്ട. ഇത് ബാറ്ററിയൊന്നും പിടിക്കാൻ നിൽക്കണ്ട, നേരെ ഇത് ഓഫ് ആക്കി. അതെ, ഇത് എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഇത് എടുത്തോണ്ട് പോകാൻ പറ്റുമോ കേട്ടോ. ഇത് ഫീസ് പോലെയാണ്. ഇതുണ്ടോ സാധനം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും ഇത് വണ്ടിയെ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ കേട്ടില്ല. ഓക്കെ, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് കൊറിയറായിട്ട് എല്ലാ വണ്ടിയുടെ ആക്സറി സാധനങ്ങളും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. സ്പോയിലർ മാത്രം നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാൻ കിട്ടത്തില്ല. അത് നമ്മൾ പണിതെടുത്താണ്ടോ, പണിത് തരുന്നതായിരിക്കും. വണ്ടി ഇവിടെ ശരി, വണ്ടി ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് റെഡിയാക്കി സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇവിടെ മാറ്റിയിടുന്ന കാര്യത്തിൽ ഇച്ചിരി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. വണ്ടി പൊടിയൊക്കെ ഒന്ന് തട്ടി കളഞ്ഞിട്ട് വേണം നമുക്ക് മാറ്റി ഇവിടെ കറക്റ്റായിട്ട് സൂട്ടാക്കി വെക്കാൻ. സീറ്റും കാര്യങ്ങളും നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. നേരത്തെ സീറ്റ് ഇച്ചിരി കൂടെ ഇങ്ങനെ പുറകോട്ട് ഇറങ്ങിയായിരുന്നു, നമുക്ക് തൈ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടൊന്ന് റീമേക്ക് ചെയ്ത് രാമുവിൻ്റെ കലാവിരുതുകൾ നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇരിക്കാൻ നല്ല സുഖമാണ്. ഓക്കെ, അപ്പോൾ ഇനി രാമു ചെറിയ രീതിയിൽ ഹോണും കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി ഹോണൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളും നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എത്ര രൂപയായി വണ്ടിക്കായി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമുക്ക് പിന്നീട് ഒരു ഡീറ്റെയിൽ ആയിട്ട് അത് ചെറിയതായിട്ട് കൊടുക്കാൻ കൊടുക്കണം. കോൺടാക്ട് ചെയ്യാം, ആവശ്യക്കാർ മാത്രമേ വിളിക്കാം. 2 സ്ക്രൂ താഴ്ത്ത്, ആ ഇൻഡിക്കേറ്ററിന്റെ താഴ്ത്ത്. i20യുടെ വൈപ്പറാണ് ഇത് വരുന്നത്. നോക്കി, കറക്റ്റ് സൂട്ടാണ്. വാഗണാറിൻ്റെ വൈപ്പറും ഈ വൈപ്പറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഈ വാഗണാറിൻ്റെ വൈപ്പർ സൂട്ടാവുന്നത് ആൽഫ ബജാജിൻ്റെ എല്ലാ വണ്ടിക്കും ആൽഫയ്ക്കുമാണ്. അതായത് നടുക്ക് മോട്ടർ വരുന്ന വണ്ടിക്കാണ് വാഗണാറിൻ്റെ വൈപ്പർ കറക്റ്റായിട്ട് സൂട്ടാവത്തുള്ളൂ. ഇതിന്റെ ബെൻഡ് ഇങ്ങോട്ട് തന്നെ, മറ്റേന്റെ ബെൻഡ് ഓപ്പോസിറ്റ് വരും, ഇങ്ങനെ വരും. ഓക്കെ, ഇത് സൂട്ടാവില്ല. പിന്നെ മറ്റേ എന്തോ ബീറ്റോ ഏതാണ്? ബീറ്റിന്റെ ആണോ? ബീറ്റിന്റെ സെറ്റ് ആവും. പക്ഷെ ബീറ്റിന്റെ ഇവിടെ കുറച്ച് ബെൻഡ് കൂടും. അപ്പൊ ഇങ്ങനെ പൊങ്ങി നിൽക്കും, ഇങ്ങനെ നിൽക്കും. ഓഹോ, അപ്പൊ ഇതാണെങ്കിൽ കറക്റ്റ് ഒതുക്കത്തിൽ നിന്നോളൂ. ഒരു മെനയുണ്ട് കാണാൻ. അപ്പൊ ഇത് i20യുടെ അല്ലേ? i20യുടെ വൈപ്പറാട്ടോ. i20യിലെ ബാക്കിലെ വൈപ്പറാണ് നമുക്ക് ഇവിടെ സൂട്ട് ആവുന്നത്. പിന്നെ വേറൊരു പ്രശ്നം കൂടെ ഉള്ളത്, നമുക്ക് ആപ്പയ്ക്ക് ഇത് കറക്റ്റ് സൂട്ടല്ല. ബജാജ് കോമ്പാക്റ്റ് ഉള്ള വണ്ടികൾക്ക് വാഗണാറിന്റെ വൈപ്പർ എന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് അഴിക്കുക, സൂട്ട് ചെയ്യുക, ടൈറ്റ് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. പക്ഷേ ഈ വൈപ്പർ നമ്മൾ i20യുടെ വൈപ്പർ നമ്മൾ ആപ്പയിൽ സൂട്ട് ചെയ്യുമ്പോഴത്തേനും അതിൽ ത്രെഡ് കട്ട് ചെയ്ത് അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ പിന്നീട് ഒരു ഫുള്ള് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇത് മറ്റേ വിസിലടിക്കുന്ന സാധനം കണ്ടോ, എങ്ങനെയുണ്ട്? കൊള്ളാം, എനിക്ക് ആ ഹോൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നമ്മൾ അടിയിൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചൊന്ന് സെറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ഓൾറെഡി ബോഡി ഇറക്കിയാണ് ഈ വണ്ടി പണിതത്. അപ്പം ഈ പുറകിലത്തെ ഭാഗത്തേക്ക് നമ്മൾ അണ്ടർ കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ അത് ചെയ്യാൻ വിട്ടുപോയോ എന്താണോ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഫ്രണ്ടിലത്തെ ഈ പോർഷൻ മാത്രം ഒന്ന് പെയിൻ്റ് അടിച്ച് നല്ല കുട്ടപ്പനാക്കി എടുക്കുവാണ്. ഓക്കെ, കണ്ണിപ്പോവല്ലേ ഉറയ്ക്കുമ്പോൾ.